ഇനിയിപ്പോൾ എത്ര സ്പെൻഡ് ചെയ്ത് നമ്മൾ പരസ്യം ചെയ്താലും ആ ബ്രാൻഡ് അറിയാത്ത ആളുകളാണ്. അവരെന്തായാലും നോർമലി നടന്നു പോകുന്ന സമയത്ത് ഒരു സ്റ്റോർ കാണും, സ്റ്റോർ വഴി പരസ്യമാകുന്നുണ്ട്. ഇപ്പൊ ഈ നാഷണൽ ബ്രാൻഡല്ലോ, ഫസ്റ്റ് ക്രൈ പോലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്സും ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട്. അപ്പൊ ഇതിനിടയിലൊക്കെ നമ്മൾ എങ്ങനെ ഈ കേരള ബ്രാൻഡ് പിടിച്ചു വെക്കുന്നത്? മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ഞാൻ എല്ലാവരും പറയുന്ന കസ്റ്റമേഴ്സിനോട് പറയാം, പോപ്പീസിന്റെ പ്രൊഡക്റ്റ് മേടിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ വലിയ വലിയ സ്റ്റോറുകളിൽ അവിടെ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ആ ഫീലാണല്ലോ, ആ വ്യത്യാസമായി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീലുണ്ട്. രണ്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വേറെ ആർക്കും. ഞാൻ പറയുന്നത് നമ്മൾ അത്രത്തോളം R&D ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ബാംബൂവിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി ബാംബു ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് ബാംബു യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടെ ഏതെങ്കിലും സ്റ്റോറിൽ ബാംബു പ്രൊഡക്റ്റ് കിട്ടാനുണ്ടോ? ഞങ്ങളിപ്പം കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ എല്ലാ സ്റ്റോറിലും നല്ല റെസ്പോൺസ് ആണ്. അപ്പം അതുപോലെ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ് ഞങ്ങളുടെ ഫാക്ടറി. ഞങ്ങൾ ഓർഗാനിക് പ്രൊഡക്റ്റ് കുട്ടികൾക്ക് വേണ്ടി ഓർഗാനിക് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഇപ്പം ടോയ്സ്, പോപ്പീസിന്റെ ടോയ്സ് വരാൻ പോവാം. എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് 3 കുട്ടികളാണ്. ഒരു 4-5 ഓടാത്ത കാറുകളുണ്ട് അവിടെ. മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, ഒരു കുട്ടിക്ക് ഒരു വലിയ ഇലക്ട്രിക് കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് സർവീസ് ഇല്ല. ഞങ്ങൾ കാറ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സർവീസ് സെന്റർ ഉൾപ്പെടെ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ കാർ ഇറക്കാൻ പോകുന്നത്. ഭയങ്കര ബെൻസിനൊക്കെ കോമ്പറ്റീഷൻ ആവും.